കണ്ടു കണ്ടു ഞാൻ അർജുനന്റെ അടിക്കളത്തിൽ 8 കല കണ്ട് 16 ചുവട് കണ്ട് ഏതൊരു മലമേലുണ്ട് അവൻ പോയി തപസീരിപ്പ് കൈലാസ് മലമേലുണ്ട് അവൻ പോയി തപസീരിപ്പ് ഒന്ന് കേൾക്കട്ടങ്ങ അവരുടെ അടയാളങ്ങൾ ഒറ്റക്കാൽ മേലം മുറിവിച്ചു നിന്നിരാവൻ മറ്റേ കരം കൊണ്ട് ചുരുകയും തടവി മല്ലി അണിഞ്ഞ മങ്കയും പാർവതിയുടെ ആടിവേടന്മാർ എഴുന്നള്ളിയെത്തുന്ന ആടിമാസം വന്നെത്തി. ഇനി ആദിവ്യാധികൾ നാടുനീങ്ങുന്ന പുണ്യനാളുകൾ. ഉത്തര മലബാറിലെ നാട്ടിട വഴികളിൽ കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് ആടിയും വേടനും. ഇത് കെട്ടിയാടുന്നത് കുട്ടികളാണ് എന്ന പ്രത്യേകതയുണ്ട്. ചുകപ്പെഴുത്തിൽ മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമായി കോലത്തുനാട്ടിലെങ്ങും ഗൃഹസന്ദർശനം നടത്തുന്ന ആടിവേടന്മാർ ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിലാടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന ദോഷങ്ങൾ വാരി വിതറുന്ന ചേഷ്ടകൾ വഴിമാറും. ഉന്നയുടലേവും 18 വലയും കെട്ടി തായാവല കെട്ടി മീത്തെ പോയി വിളി കൂട്ടുമ്പോൾ കേട്ടു മൃഗങ്ങൾ പക്ഷികളെല്ലാം ഭയപ്പെട്ടപ്പോൾ കൂരം കുറും പന്തി വിരികീരിയിടും പൂജന്നായി. പകരം സ്ത്രീയുടെയും സമ്പത്തിന്റെയും അധിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നുമാണ് വിശ്വാസം. പാട്ടുപാടി പൊലിപ്പിക്കുമ്പോൾ കിണ്ണത്തിൽ കലക്കിയ കറുത്ത ഗുരുസി തെക്കോട്ടും ചുവന്ന ഗുരുസി വടക്കോട്ടും ഒഴിഞ്ഞു മറിക്കണം. കരിക്കട്ട കലക്കിയതാണ് കറുത്ത ഗുരുസി, മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയതാണ് ചുവന്ന ഗുരുസി. ഇത് ഒഴിഞ്ഞു മറിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായി എന്നാണ് സങ്കല്പം. ആടിവേടന്മാരെ വരവേൽക്കാൻ നിറയും പറയും നിലവിളക്കും പൂമുഖത്ത് വെച്ചിരിക്കും. മുറത്തിൽ അരി, പച്ചക്കറി, ധാന്യങ്ങൾ, ഉപ്പിലിട്ടത് തുടങ്ങിയവയും ഉണ്ടാകും. ഇവയെല്ലാം വേടനും കൂട്ടർക്കുമുള്ളതാണ്. അതെല്ലാം മാറാപ്പിലാക്കി അടുത്ത വീട്ടിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വേടൻ യാത്രയാകും. പഞ്ഞമാസത്തിൽ പഞ്ഞങ്ങൾ തീർക്കാനും ആദിയും വ്യാധിയെല്ലാം തീർക്കാനെന്നുള്ള ഒരു നാമധേയം കൂടിയുമുണ്ട്. അതല്ലാതെ ഇതിനൊരു കഥയുണ്ട്, കിരാത കഥ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ആ കഥയെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ വീട് വീടാന്തരം ഓരോ വീട്ടിലും അർജുനനും കിരാതനും, അതായത് പരമശിവനും കൂടി തമ്മിലുള്ള പാശുപതാസ്ത്രം അർജുനന് നൽകാൻ വേണ്ടി കിരാത വേഷം ധരിച്ച് വരുന്നതാണ് ഭഗവാൻ പരമശിവൻ. പന്നിയുടെ രൂപത്തിൽ വേറൊരു അസുരൻ വരുന്നത് മോകാസുരൻ. അങ്ങനെ കഥകൾ ഒരുപാടുണ്ട്. കുരുക്ഷേത്ര യുദ്ധവുമായിട്ട് ബന്ധമുള്ളതാണ് ഈ കഥയുടെ ഉൽപ്പത്തി. അങ്ങനെയുള്ളൊരു കഥാരൂപമാണ് നമ്മൾ ഓരോ വീട് വീടാന്തരം കയറി ഇങ്ങനെ പാടി നടക്കുന്നത്. അപ്പോൾ അന്ന് ഈ മലയൻ എന്ന് പറയുന്ന ഉൽപ്പത്തി, മലയൻ ജനിക്കാനുള്ള കാരണം ഭഗവാൻ ഇങ്ങനെ സ്വയം കണ്ണാടി എന്ന് പറയുന്ന അതിൽ നോക്കി, വാക്കണ്ണാടി അതിൽ നോക്കി സ്വയം എന്താ പറയുക, കണ്ണേർ ദോഷം ഭഗവാൻ തട്ടി. അങ്ങനെ കണ്ണേർ ദോഷം തീർക്കാൻ അങ്ങനെ 30 മുക്കോടി ദേവകളും അന്വേഷിച്ചു. അങ്ങനെ അതിനൊരു പ്രതിവിധി ചെയ്യാനുള്ള ആൾക്കാർ കണ്ടില്ല. അങ്ങനെ ഭഗവാൻ മൂവരും കൂടി, അതായത് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാർ മൂവരും കൂടി അങ്ങനെ വാൽമീകമുണ്ടാക്കി. വാൽമീകത്തിൽ ഭാരതപ്പെരുമലയും ഭാരതപ്പെരുമലയിൽ നിന്നുള്ള 2 പുറ്റകമുണ്ടാക്കി. അങ്ങനെ ആ പുറ്റകത്തുനിന്ന് പുനർജനി കൊടുത്തതാണ് ഈ മലയൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പുനർജനി വരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് തന്ന ഓരോരോ കാര്യങ്ങൾ, അതായത് ഉപനിഷത്ത് മുതൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൂർവികന്മാർക്ക് കൊടുത്ത് അങ്ങനെ അതിൽ നിന്ന് ഓരോ ഖണ്ഡം അത് ഇന്നും നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഉള്ളത്. ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പഠനം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇനിയുള്ള തലമുറ അത് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്നിരുന്നാലും നമ്മൾ ആ കഥ ചൊല്ലി, അന്ന് പറഞ്ഞത് അന്ന് ആ കഥ ചൊല്ലി, എൻ്റെ കഥ ചൊല്ലി നിങ്ങൾ ഓരോ വീട് വിടാന്തരം, ഈ പഞ്ചമാസമായിരിക്കുന്ന കർക്കിടക മാസം ഓരോ വീട് വിടാന്തരം ഞങ്ങളെ ഈ കഥ ചൊല്ലി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അന്നത്തിൻ്റെ വഴി ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം ഞങ്ങൾ ഇന്നും മറന്നിട്ടില്ല. ആ ഒരു അനുഷ്ഠാനം ഇന്നും കൊണ്ട് നടക്കുന്നു. ആടിവേടനെ കെട്ടിയാടുന്നത് സംബന്ധിച്ചുള്ള ഐതിഹ്യം ഇതാണ്. ഒരു വ്യാഴവട്ടക്കാലത്തെ വനവാസകാലത്തിനിടയിൽ അർജുനൻ ശിവപ്രീതി നേടി പാശുപതാസ്ത്രം കരസ്ഥമാക്കാനുള്ള പൂജ തുടങ്ങിയത്രേ. എന്നാൽ തന്റെ ഭക്തനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച ശിവപാർവതിമാർ കിരാതവേഷം പൂണ്ട് ആ വനത്തിലെത്തി. തപസ്സിനിടയിൽ കാട്ടുപന്നിയുടെ രൂപത്തിൽ എത്തിയ മൂകാസുരൻ അർജുനനെ ആക്രമിക്കാൻ തുനിഞ്ഞു. ഇത് മനസ്സിലാക്കിയ അർജുനൻ പന്നിയുടെ നേരെ അമ്പെയ്തു. അതേസമയം തന്നെ കിരാതവേഷധാരിയായ ശിവനും അമ്പെയ്യുന്നുണ്ട്. പന്നി ചത്തു വീണു. പന്നിയെ കൊന്നത് താനാണെന്ന വാദവുമായി അർജുനനും കിരാതനും യുദ്ധത്തിലായി.
ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിൽ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നപ്പോൾ മനംനൊന്ത് അർജുനൻ ശിവരൂപത്തിൽ പുഷ്പമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുഷ്പങ്ങളെല്ലാം കിരാതന്റെ പാദത്തിൽ വന്ന് വീഴുന്നത് ശ്രദ്ധിച്ച അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ് സ്തുതിക്കുന്നു. തുടർന്ന് അർജുനനു മുന്നിൽ യഥാർത്ഥ രൂപത്തിലെത്തുന്ന ശിവപാർവതിമാർ പാശുപതാസ്ത്രം അനുഗ്രഹിച്ചു നൽകുന്നു. പാർവതി രൂപത്തെ കർക്കിടോത്തി എന്നും വിളിക്കുന്നതായി പറയപ്പെടുന്നു. മഹാദേവന്റെയും പാർവതിയുടെയും കിരാതവേഷമാണത്രേ വീടുകൾ തോറും കയറിയിറങ്ങുന്ന ആടിവേടൻ എന്നാണത്രേ സങ്കല്പം. ചവലത്തെ വലിച്ചു നോക്കി കലഹിച്ചവൻ അടുക്കുമ്പോൾ തുടവിട്ടമ്പ് തറച്ചു മറുപൂർവം നിലത്ത് വാഞ്ഞുറച്ചു ബാണം മറുപൂർവം നിലത്ത് വാഞ്ഞുറച്ചു ബാണം തകർത്തുവന പൊക്കത്തെ മർത്തോടി കിളേനപ്പോൾ